ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ സിനിമാ പ്രേമികൾക്കും സ്വാഗതം. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ നാളെ ഫെബ്രുവരി 15 തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുകയാണല്ലോ മമ്മൂട്ടി ചിത്രം ഏറ്റവും പുതിയ മലയാളം സിനിമ ബ്രഹ്മയുഗം. ഒരു ഹൊറർ ത്രില്ലർ ബിഗ് ബഡ്ജറ്റ് സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന പാൻ ഇന്ത്യൻ റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് പ്രഖ്യാപിച്ച സിനിമയുടെ പ്രിവ്യൂ റിപ്പോർട്ട് അറിയാനായിട്ട് ഒരുപാട് പ്രേക്ഷകർ കാത്തിരിപ്പിലാണല്ലോ. ഇപ്പോഴത്തെ ബ്രഹ്മയുഗം എന്ന സിനിമയെക്കുറിച്ചുള്ള പ്രിവ്യൂ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. സിനിമയിൽ വളരെ കുറച്ച് കഥാപാത്രങ്ങൾ ഉള്ളതുപോലെ തന്നെ സിനിമ വളരെ കുറച്ച് പേർ മാത്രമേ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നതിന് മുന്നേ കണ്ടിട്ടുള്ളൂ. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയുടെ പ്രിവ്യൂ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ പോസിറ്റീവ് അഭിപ്രായങ്ങളാണ് ബ്രഹ്മയുഗം പ്രിവ്യൂ റിപ്പോർട്ട്സിലൂടെ നേടിയെടുത്തിരിക്കുന്നത്. ഇൻസൈഡർ റിപ്പോർട്ടുകൾ പ്രകാരം മമ്മൂട്ടി അടുത്തതായിട്ട് വീണ്ടും ഒരു അവാർഡ് വാങ്ങാനുള്ള എല്ലാവിധ സാധ്യതകളും ഈ ഒരു സിനിമയിലൂടെ ഉണ്ട് എന്നും അർജുൻ അശോകനും മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുക്കാൻ സാധ്യതയുണ്ട് എന്നും മറ്റ് അഭിനേതാക്കളുടെ ഡീസന്റ് പ്രകടനമായിരിക്കും സിനിമയിലുള്ളത് എന്നൊക്കെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ഇതിലെല്ലാം തന്നെ ഉപരി സിനിമയെക്കുറിച്ച് കൂടുതൽ പ്രേക്ഷകർ പറഞ്ഞു കേൾക്കുന്നത് സിനിമ നല്ല കിടിലൻ സൗണ്ട് ഉള്ള തിയേറ്ററിലെല്ലാം തന്നെ കാണേണ്ടിയിരിക്കുന്നു എന്നാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റിനെ കുറിച്ചുള്ള അഭിപ്രായം മാത്രമാണ് നമുക്ക് നിലവിൽ ലഭ്യമല്ലാത്തത്. ബാക്കി എല്ലാ മേഖലയെക്കുറിച്ചും ഇതിനോടൊപ്പം തന്നെ പോസിറ്റീവ് അഭിപ്രായങ്ങളാണ് ബ്രഹ്മയുഗം എന്ന സിനിമ പ്രിവ്യൂ റിപ്പോർട്ട്സ് പ്രകാരം ഇൻസൈഡർ റിപ്പോർട്ട്സ് പ്രകാരം ഇതിനോടൊപ്പം തന്നെ നേടിയെടുത്തിരിക്കുന്നത്. പേടിപ്പിക്കുന്ന രംഗങ്ങൾ എന്നതിലുപരി ഞെട്ടിക്കുന്ന രംഗങ്ങൾ, സർപ്രൈസ്, ട്വിസ്റ്റ് എലമെന്റ്സ് എല്ലാം തന്നെ ആയിരിക്കും സിനിമയുടെ മറ്റൊരു പ്രധാനപ്പെട്ട വൗ ഫാക്ടർ എന്നാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ട്. എന്തായാലും ഇതിനു മുന്നേ പ്രിവ്യൂ റിപ്പോർട്ട്സ് പ്രേക്ഷകർ അറിയിച്ച സിനിമകളിലെ കണ്ണൂർ സ്ക്വാഡിന്റെയും നേരിന്റെയും അതുപോലെ തന്നെ ശരിയാക്കപ്പെട്ടതാണ്. പോസിറ്റീവ് അഭിപ്രായങ്ങളായിരുന്നു ആ രണ്ട് സിനിമകളുടെയും പ്രിവ്യൂ റിപ്പോർട്ട്സ് നേടിയെടുത്തത്. ഇനി അടുത്തത് ബ്രഹ്മയുഗത്തിന്റെ ഊഴമാണ്. സിനിമയുടെ ആദ്യ പ്രദർശനം കേരളത്തിൽ രാവിലെ 9:30 കൂടുതൽ തിയേറ്ററുകളിൽ ആരംഭിക്കപ്പെടുന്നത്. 2 മണിക്കൂർ 20 മിനിറ്റാണ് സിനിമയ്ക്ക് ദൈർഘ്യം. അപ്പോൾ ഒരു ഉച്ചയ്ക്ക് 12 മണിയോടെ സിനിമയുടെ ആദ്യ യഥാർത്ഥ അഭിപ്രായങ്ങൾ പുറത്തുവരും. ഇനി പ്രിവ്യൂ റിപ്പോർട്ട്സിൽ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ എന്നാണ് സിനിമയുടെ റെഗുലർ ഷോയിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ വരുമ്പോൾ നാം ഉറ്റുനോക്കുന്നത്. അതറിയാനായിട്ട് പ്രേക്ഷകർ നാളെ ഉച്ചവരെ കാത്തിരിക്കൂ കൂട്ടരെ. കൂടുതൽ ബ്രഹ്മയുഗം അപ്ഡേറ്റുകൾക്കായി.